മുനമ്പം ജനതയ്ക്ക് അവരെന്തിനു വേണ്ടിയാണോ പോരാടിയത് അതിന്റെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞതുകൊണ്ട് തന്നെ മോദിയെ നേരിട്ട് കണ്ട് നന്ദി പറയണം എന്ന ഒരു ആവശ്യമാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. വളരെ നല്ലത്. കാര്യം കഴിഞ്ഞാൽ ഉടനെ കവാത്തു മറക്കുന്ന രീതിയല്ല മുനമ്പം ജനത നന്ദിയുള്ള ജനതയാണ് എന്ന് തെളിയിക്കാൻ അവരും ഇറങ്ങുകയാണ്. നരേന്ദ്രമോദി ഇവിടെ നിൽക്കുന്ന എല്ലാവരോടും നടുവിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കാരണം സാറേ, ഈ ഒരു നിമിഷം 3.5 വർഷം മുമ്പ് ഈ വഖഫ് എന്ന് പറഞ്ഞ ഈ പേട്ടത്തേക്ക് ഞങ്ങളുടെ തലയിൽ വീണിട്ട് ഇതെന്താണെന്ന് അറിയാതെ ഞങ്ങൾ വഖഫിന്റെ ഓഫീസിൽ പോയി ചരിത്രമുണ്ട്. അപ്പൊ അവിടുത്തെ വഖഫിന്റെ അന്നത്തെ CEO ആയ ജമാൽ പറഞ്ഞു, നിങ്ങൾക്ക് വഖഫ് ബോർഡ് എന്താണെന്ന് അറിയില്ല, ഞങ്ങൾ ഇത്ര ലക്ഷം ആസ്തിയുള്ള ഒരു സ്വത്തുള്ള ഒരു ടീമാണ്, ഞങ്ങൾക്ക് 110ഓളം ഇന്ത്യയിലെ ഫേമസ് വക്കീലന്മാരുണ്ട്, അതുകൊണ്ട് അത് കാരണം ഭാവിയിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളും വഖഫ് ബോർഡ് എന്താണെന്ന്. പക്ഷെ സാറേ, ഞങ്ങൾക്ക് ഇത് എന്താണെന്ന് അറിയാതെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഞങ്ങളുടെ സജീവ പ്രവർത്തകനായിരുന്നു സജാവ്, ഇവിടുത്തെ സമരസമിതിയിലുള്ള എന്റെ ബ്രദറെ കൂടിയ സെബാസ്റ്റ്യൻ വഖഫ് ബോർഡിന്റെ അന്നത്തെ CEO ജമാലിനോട് പറഞ്ഞു, സാറേ ഞങ്ങൾ സാധാരണ മത്സ്യത്തൊഴിലാളികളാണ്, ഞങ്ങൾക്ക് എന്താണ് വഖഫ് ബോർഡ് എന്നും കൂടി അറിയാൻ പറ്റില്ല. സാറിന്റെ പോലെ ശക്തിയോ സാറിന്റെ പോലെ സാന്നിധ്യങ്ങളോ സാറിന്റെ പോലെ സന്നാഹങ്ങളോ ഇല്ല. പക്ഷെ സാറ് മനസ്സിൽ വെച്ചോ, വഖഫ് ബോർഡിന്റെ അടിമ ആദ്യത്തെ ആണിക്കല്ലായിരിക്കുള്ളൂ ഈ മാതാവിന്റെ മണ്ണെന്ന് പറഞ്ഞു. അന്ന് ഞങ്ങൾ പറഞ്ഞു, മിസ്റ്റർ ജമാൽ, ഇഫ് യു ആർ ഹിയറിംഗ് us, കീപ് ഇൻ മൈൻഡ്, ഞങ്ങൾ അന്ന് നിങ്ങളോട് പറഞ്ഞതാണ് വഖഫ് ബോർഡിന്റെ അടിവാരങ്ങൾ ആദ്യത്തെ ആണിക്കല്ലായിരിക്കുള്ളൂ ഈ മാതാവിന്റെ മണ്ണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അത്ഭുത പ്രവർത്തകരായ മാതാവിന്റെ മണ്ണിലേക്ക് ആർക്കൊക്കെ ഇന്ത്യക്ക് കാര്യം സാധിക്കാനായിട്ട് നിങ്ങളോട് വന്നേക്കുന്നത്. ഇവിടെ ഒന്ന് പറഞ്ഞാൽ മതി, നിങ്ങളുടെ കാര്യം സുന്ദരമായിട്ട് കിട്ടും. അതുകൊണ്ടാണ് സാറേ ഈ ഒരു അഭ്യർത്ഥനയാണ് സാറേ. സാർ, അതായത് ഞങ്ങൾ ഇത്രയും സമരം ചെയ്യുന്ന ഈ സമര സാറിനറിയാലോ, എല്ലാവരും സാധാരണക്കാരൻ. ഞങ്ങൾക്ക് 3 ദിവസമായിട്ട് മുനമ്പം എന്ന് പറഞ്ഞാൽ, എന്റെ പേര് ഫിലിപ്പ് ജോസഫ് ആണ്. ഫിലിപ്പ് ജോസഫ് മുനമ്പം ഇന്ത്യയിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് എവിടെ നിന്ന് പോസ്റ്റ് ചെയ്ത് എന്റെ വീട്ടിൽ പോസ്റ്റ് ചെയ്യാൻ കിട്ടും, കാരണം അതൊക്കെ ഫേമസ് ആയിട്ട് പോയി ഞങ്ങൾ. അപ്പൊ സാറ് ഞങ്ങൾക്ക് ചെയ്യുന്ന ഒരു സഹായം, ഞങ്ങൾ വിളിക്കുന്ന ഈ അമ്മച്ചിമാർക്ക് കുറച്ചു പേർക്ക് ഡൽഹിയിൽ വന്ന് നമ്മുടെ നരേന്ദ്രമോദിജിയെ കണ്ട് ഒരു നന്ദി പറയണമെന്നൊരു ആഗ്രഹമുണ്ട്. ഞങ്ങൾ നടന്നെങ്കിലും അവിടെ എത്തിക്കോളാം സാറ്, ഞങ്ങൾ നടന്നെങ്കിലും അവിടെ എത്തിക്കോളാം. താങ്ക് യു സർ, ദാറ്റ്സ് ഓൾ ഐ വാണ്ട് ടു സേ. താങ്ക് യു. ആ ഒരു റിക്വസ്റ്റ് ഉണ്ടല്ലോ, ഞാൻ അത് അറേഞ്ച് ചെയ്യും. ഞങ്ങൾ പാർട്ടിക്കാരെല്ലാം ഇരുന്ന് തീരുമാനിച്ച് സമയം, പ്രധാനമന്ത്രിയുടെ സമയം നമ്മളെല്ലാം ഇവിടുന്ന് പോയി അദ്ദേഹത്തിനെ കണ്ട് താങ്ക് യു എന്ന് പറയാൻ ഒരു അവസരം ഞാൻ ഉണ്ടാക്കില്ല. താങ്ക് യു, നമുക്ക് അത്രേ വേണ്ടൂ. മുനമ്പം ജനതയെ പറഞ്ഞ് ചതിച്ച നേതാക്കളുമുണ്ട്. നിങ്ങളോടൊപ്പമാണ് ഞങ്ങൾ, VD സതീശനെ പോലെയുള്ള ആളുകൾ 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു പോയി. എന്നിട്ട് ഇവിടെ ഇപ്പോഴും മുനമ്പം ജനത ചോദിക്കുന്നു, 10 മിനിറ്റ് ആയില്ലേ ചേട്ടാ എന്ന്. എന്തായിരുന്നാലും ഹൈബിയുടെ പോലെയുള്ള ആളുകൾ കേരളത്തിൽ നമ്മൾ തന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് നമുക്ക് എന്ത് പ്രശ്നം വന്നാലും നമ്മളോടൊപ്പം നിൽക്കുമെന്നും നമുക്ക് വേണ്ടി സഭകളിൽ സംസാരിക്കുമെന്നും നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ആളുകൾ നമ്മളെ കൈവിടുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഇതും നല്ലതിനാണ് എന്ന് മനസ്സിലാക്കാനേ നമുക്ക് പറ്റൂ. കാരണം ഇവരെയൊക്കെ മനസ്സിലാക്കാൻ ഒരു സാഹചര്യം ഒരുങ്ങിയില്ലേ. ഇടതനും വലതനും ഇതുവരെ ഈ രാജ്യത്തോട് ചെയ്ത ക്രൂരതകൾ എന്തായിരുന്നു എന്നും വോട്ട് ചെയ്ത ജനതയെ കഴുതകളാക്കുന്ന സമീപനങ്ങൾ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഒരു സാഹചര്യം ഒരുങ്ങിയില്ലേ. ഇതിന് മറുപടി PC പറയട്ടെ. ഓക്കെ, മുസ്ലിം സ്ത്രീകൾ അടക്കം ഇപ്പൊ മോദിജിക്ക് ജയ് വിളിച്ചുകൊണ്ട് വരികയാണ്. വഖഫുമായി ബന്ധപ്പെട്ട് ഇപ്പോ മുസ്ലിം സ്ത്രീകൾ അടക്കം ഇപ്പൊ മോദിജിക്ക് ജയ് വിളിച്ചുകൊണ്ട് വരികയാണ്. അതായത് BJPക്ക് മാത്രമേ അവരെ ഈ വഖഫ് എന്ന ദുർഭൂതത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കൂ എന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു. ഇപ്പൊ ഹൈബിയുടെ അടക്കം പറയുന്നു BJP ഇത് രാഷ്ട്രീയ ലാക്കോടെയാണ് ഇതിനെ സമീപിക്കുന്നത്, രാഷ്ട്രീയമാണ് BJP ഇതിൽ മുന്നോട്ട് വെക്കുന്നത് എന്നൊക്കെയുള്ളത്. ഈ വഖഫ് ഇനി എന്താകും? വഖഫ് ഒന്നും ആകാനില്ല. ധനി ഇപ്പൊ പറഞ്ഞതുപോലെ കഴിഞ്ഞു, വളരെ ജനബന്ധത്തോടെ മുമ്പോട്ട് പോകുന്നത് യാതൊരു സംശയമില്ല. വളരെ എന്തൊരു കടുങ്ങിയാണ് ഇപ്പൊ ധൈര്യം താമസിക്കുന്ന വീട്. ഇപ്പോഴത്തെ നിലവിലിരിക്കുന്ന നിയമം അനുസരിച്ച് വഖഫ് ബോർഡ് ഉപയോഗിക്കുക, വഖഫ് ഭൂമിയാകുന്ന ധനി ഇറങ്ങി പോകും. അപ്പൊ 2013 നമ്മുടെ മൻമോഹൻ സിംഗ് പറഞ്ഞ കോൺഗ്രസ്സുകാരൻ മണ്ടൻ ഒരു നിയമം ഉണ്ടാക്കി. കാരണം പോയില്ലെങ്കിലുണ്ടല്ലോ 2 കൊല്ലം തറവ് ശിക്ഷ എങ്ങനെ ഇരിക്കുന്നു. ഇതൊരു മണ്ട നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വാർത്തയാണ് പ്രകൃതി. ഇപ്പോ BJP വളരെ ശക്തമായ തീരുമാനം എടുത്ത് മാത്രമേ NDA തീരുമാനമാണ് ഈ വഖഫ് ബോർഡ് നിയമം നടത്തണം. വഖഫ് ഭേദഗതി വളരെ ആലോചിച്ചുണ്ടാക്കിയതാണ്. ഒരു മുസ്ലിം സമുദായത്തിന് ഒരു ആശയത്തിനെ അപമാനിക്കുന്ന പ്രശ്നമില്ല. അവർക്ക് സംരക്ഷണം കൊടുക്കുന്ന ബില്ലാണ്. മനസ്സിലായില്ലേ? ഇവിടുത്തെ മുസ്ലിം സ്ത്രീകളുണ്ട്, അവർ ചിന്താവാദികൾ, കാരണം അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ്. അതുപോലെ ഇപ്പൊ ഈ 8.5 ലക്ഷം ഏക്കർ സ്ഥലമാണ് വഖഫ് ബോർഡ് കയറിയത്. അമ്മ എന്താ ചെയ്യത്? അതിന് വരുമാനം ഒന്നുമില്ല. ഇത് കണ്ടു തന്നെയാണ് വഖഫ് ബോർഡ് എന്ന് പറഞ്ഞു. ആ കണ്ടുതന്നെ നടക്കാൻ അവിടെ ശക്തമായ കമ്മിറ്റി ഉണ്ടാവും. ആ വഖഫ് ഭൂമി വലിയ വഖഫ്
വഖഫ് എന്ന ഭൂമി നിയമപ്രകാരം എന്താണ് വഖഫ് ചെയ്തിരിക്കുന്നത് അതിന് ചെലവഴിച്ചിരിക്കണം. അതല്ലാതെ ഇവിടെ കൂട്ടിവെച്ച് കൈപ്പിൽ പഠിക്കാനുള്ള സാധനമായിട്ട് സംഭവിക്കില്ല. വഖഫ് ഞാൻ എന്റെ ഭൂമി വഖഫ് ചെയ്യും. ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ ഗതികേടാണ് വഖഫ് നൽകുന്ന സമ്പത്ത് അതിനുവേണ്ടി തന്നെയാണ് ചിലവഴിച്ചത് എന്നറിയുന്നതിനു വേണ്ടി 2 മുസ്ലിങ്ങളെ ആ ബോർഡിൽ നിയമിക്കേണ്ടി വരിക എന്നത്. കാരണം ഇവര് കള്ളക്കൂട്ടരാണ്, കൊള്ളയടി സംഘമാണ് എന്ന് ഇതിനോടകം തന്നെ ബോധ്യപ്പെട്ടതുകൊണ്ട് ആ ജനങ്ങൾ തരുന്നത് അതിനുവേണ്ടി തന്നെയാണ് വിനിയോഗിക്കുന്നത് എന്ന് ഉറപ്പുവരുത്താനുള്ള ബാധ്യതയ്ക്ക് വേണ്ടി 2 പേരെ സാലറി കൊടുത്തിരുത്തിയിരിക്കുന്നു. ഓക്കെ, ഞാൻ വഖഫ് എന്താ പറയും, എന്താ വഖഫ് ചെയ്യുന്ന കാര്യം, ആ കാര്യം നിർവഹിക്കണം. മനസ്സിലായോ? ആ രീതിയിലേക്കാണ് മാറുന്നത്. പിന്നെ വൈദികരുടെ എന്ന് പറഞ്ഞത് അവർക്ക് തലയ്ക്ക് വിവരമുണ്ടാവും. പൊളിഞ്ഞു ഇവിടെ കത്തോലിക്ക സഭ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക, ഈ വഖഫ് നിയമത്തെ ഭേദഗതി നിയമത്തെ അനുകൂലിക്കണം, അനുകൂലിക്കാത്തവർക്ക് നമ്മൾ ഓർത്തില്ലെന്നാ പറയുന്നത്. മനസ്സിലായില്ലേ? ലൈബ്രറി ഇനി പാർലമെന്റ് പോലെ നമ്മളറിയാം അതിന്റെ മനപ്രയാസത്തിൽ ചാട്ടോ കാണിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, വഖഫ് നിയമം ഇതിനെപ്പറ്റി കുറ്റം പറയുന്ന ഈ വൈദികരുടെ കോൺഗ്രസിലാണ് ഇത്രയും നാൾ രാജ്യം പഠിച്ചിട്ടുണ്ടെന്ന് അവന്മാർക്ക് ഇപ്പൊ ചെയ്യാൻ പാടില്ല. ഇപ്പൊ മുസ്ലിം സ്ത്രീകളും മുസ്ലിങ്ങളും വഖഫ് നിയമത്തെ ഭേദഗതി നിയമത്തെ അനുകൂലിക്കുന്നു എന്നപ്പോൾ BJP കുറ്റം പറയാം. ഇത് ഉണ്ടാക്കിയത് കോൺഗ്രസ്സുകാരനെ. അത് കഴിഞ്ഞ് വളരെ സമയം ഉണ്ടായിരുന്നല്ലോ, കോൺഗ്രസിന്റെ ഭരണമല്ലായിരുന്നു. ഇപ്പൊ 10 കൊല്ലം മോദി ജീവിതത്തിൽ അതിന് സൗകര്യം ഉണ്ടായിരുന്നു. അവന്മാർക്ക് മുസ്ലിം സമൂഹത്തോട് ആലോചിച്ച് അവിടുത്തെ പാവപ്പെട്ട മുസ്ലിം സഹോദരന്മാരുടെ അഭിപ്രായം മാറ്റാമായിരുന്നല്ലോ. അത് മാറ്റാതെ സർപ്പഞ്ചന്മാർക്ക് മോദിക്കാനും പിടിച്ചു പറിക്കാനും വേണ്ടി ഈ വഖഫ് നിയമത്തെ ഉപയോഗിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത കോൺഗ്രസ് ഈ നാലുകട വർത്തമാനം പറയേണ്ട വഖഫ് വസ്തു ഉണ്ടാക്കി കൊടുത്തത് കോൺഗ്രസ് ആണെന്ന് ഞാൻ സംബന്ധിച്ചു. കാരണം ഇന്ത്യയിൽ നിന്ന് വിട്ടുപോയ പാകിസ്ഥാനിലേക്ക് പോയ ആളുകളുടെ ഭൂമി മുഴുവൻ വഖഫ് ഭൂമി മുഴുവൻ ഇന്ത്യ ഗവൺമെന്റ് ആയിരുന്നു. നെഹ്റു പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ അങ്ങനെ കുറ്റം കൊടുത്തേച്ചു, വഖഫിന് വിട്ടുകൊടുത്തു. എല്ലാ കാരണത്തിൽ മുസ്ലിം സമുദായത്തിന് സ്നേഹം ഉണ്ടായിരുന്നു. കാരണം നെഹ്റു സമുദായത്തിന് സ്നേഹം മാത്രം മുസ്ലിമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറയേണ്ടി വരും. കാരണം അദ്ദേഹത്തിന് വല്യപ്പൻ അദ്ദേഹത്തിന്റെ വാപ്പ നെഹ്റുവിന്റെ വാപ്പ മുസ്ലിമായിരുന്നു ചരിത്രം പറയുന്നു. അപ്പം നെഹ്റു സമുദായം ഇല്ലായിരുന്നു പറയുന്നെങ്കിൽ പുള്ളി പൊളിച്ച് നിസ്കരിക്കുന്നുണ്ടായിരുന്നു ആർക്കറിയാം. അതുകൊണ്ട് വഖഫിന് 3 ഘട്ടം കൊടുത്ത ഇന്ത്യ ഗവൺമെന്റ് നിശ്ചിതമായ ആയിരക്കണക്കിന് ഭൂമിയാണ് വഖഫിന് വെറുതെ വിട്ടുകൊടുത്തത്. അപ്പൊ ചുമ്മാ വിട്ടുകൊടുത്തു. അതൊക്കെ എന്തെങ്കിലും കാര്യം കാണുമല്ലോ, അതിന് ചരിത്രമൊന്നും പുറത്തു വരുന്നില്ല. അത്രേ ഉള്ളൂ. ഏതായാലും നെഹ്റുവിന് ശേഷം വന്ന കോൺഗ്രസ് പറഞ്ഞ എത്ര കൊല്ലം ഇരുന്ന് അവർ ചെയ്യാമായിരുന്നല്ലോ, ഈ വഖഫ് നിയമം മാറ്റാമായിരുന്നല്ലോ. അത് അവരുടെ കുഴപ്പമല്ലേ. ഇപ്പൊ എന്നിട്ട് ജനങ്ങൾ ചിന്താബാദ് വിളിക്കുക, മുസ്ലിം സമുദായമാണ് ചിന്താബാദ് വിളിക്കുന്നത്, വഖഫ് ഭേദഗതി വിളിക്കുന്നത്. അത് കണ്ടപ്പോൾ വിഷമുണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. പിടിച്ചു പറിക്കാനും അല്ല, വോട്ടിക്കാനും പിടിച്ചു പറിക്കാനും അല്ലാതെ ഒരു നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് വിജയിക്കും ഒരു സംശയമുണ്ട്. ഈ KC വേണുഗോപാൽ അടക്കം ഈ സഭയിൽ അല്ലെങ്കിൽ പാർലമെന്റിൽ ഇത്ര വലിയ ക്ഷുഭിതനായൊക്കെ പറയുന്നു, BJP ഇക്കാര്യത്തിൽ മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്തുന്നു, അവരുടെ മതസ്വാതന്ത്ര്യത്തിൽ. ഇപ്പൊ പാള ഇമാമൊക്കെ പറയുന്നത് മതസ്വാതന്ത്ര്യത്തിലുള്ള കടന്നുകയറ്റമാണിത്, ഇത് അനുവദിക്കരുത്, ഇത് അനുവദിക്കാൻ പാടില്ല എന്നൊക്കെയാണ്. ഇത് ദുർഭൂതമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളുടെ സ്വത്തുക്കൾ ഒരു ദിവസം രാവിലെ ഒരാൾ എടുത്തോണ്ട് പോകുന്നു എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് എന്തുകൊണ്ടാണ് ഇവർ ഈ ജനങ്ങൾക്കൊപ്പം നിൽക്കാത്തത്? ഇത് സംഭവിച്ചത് എന്താ വെച്ചാൽ മുസ്ലിം സമൂഹം എന്ന് പറയുമ്പോൾ അവരുടെ മേൽക്ക പുരുഷ മേധാവിത്വം എപ്പോഴും ഉള്ള ഒരു അവര് കുറ്റം പറഞ്ഞ കാര്യമില്ല. അത് കാരണം 4 പെണ്ണ് കെട്ടാം, അവരുടെ നിയമമല്ലേ. അതിനൊക്കെ ഉണ്ട്. അത് തന്നെയല്ല വളരെ വ്യക്തമായിട്ട് പുരുഷ മേധാവിത്വത്തെ പറ്റി പറഞ്ഞിരുന്നേ. അദ്ദേഹത്തിന്റെ ഏറ്റവും ചെറിയ ഭാര്യയുടെ പ്രായത്തിന് നമ്മൾ കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാറില്ലേ. അപ്പൊ ആ ഒരു സംസ്കാരം ഉണ്ടാവും. ആ മുസ്ലിങ്ങളെന്ന് പറഞ്ഞാൽ വളരെ മാന്യമായി ജീവിക്കുന്ന ആളുകളാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അവരുടെ ഇടയ്ക്ക് സ്വാഭാവികമായി ഈ വഖഫ് നിയമം അവരുടെ സ്വന്തം കാര്യം കൊണ്ടിരുന്നപ്പോ അത് BJP ഗവൺമെന്റ് ഒന്നും മാറ്റി പറഞ്ഞ് സഹിക്കുന്നില്ല. കേരളം എന്ന് പറഞ്ഞാൽ വേണുഗോപാൽ കിടന്ന് ചാടുന്ന വെറുതെ അല്ല, ചാടേണ്ടി വരും. കാരണം ചക്കാത്തിക്കുമ്പോ ജയിച്ചുമല്ല, UDP LDF ഒരുമിച്ച് നിൽക്കില്ല കേരളത്തിൽ. ഇവിടെ കേരളത്തിൽ UDP LDF മാധ്യമങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് BJP എതിർക്കായിരുന്നു. അത് ഇടയ്ക്കൂടെയാണ് സുരേന്ദ്രൻ നേതൃത്വത്തിൽ പാർട്ടി വളർന്നു ഇത്രയായത്. ഇപ്പോ രാജീവ് ചന്ദ്രശേഖർ വന്ന് അധികാര ഏറ്റെടുത്തോടും പ്രസിഡന്റ് ഏറ്റെടുത്തോടു കൂടി ഒരു സംശയമില്ല, കേരളത്തിലെ ഏറ്റവും പ്രമുഖ പാർട്ടിയിൽ BJP മാറുമെന്ന് എല്ലാവർക്കും മനസ്സിലായി. അതിന്റെ മനപ്രയാസമാണ് വേണുഗോപാൽ അവിടെ കാണിക്കുന്നത്. വേണുഗോപാൽ അങ്ങനെ കാണിക്കുമ്പോഴേ വേണുക യഥാർത്ഥ മുസ്ലിമിനോട് മനസ്സിലാവും, യഥാർത്ഥ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മനസ്സിലാവും. അതുകൊണ്ട് മനസ്സിലാക്കാൻ വേണുഗോപാലിന്റെ ആ ദാഷ്ട്യം വളരെ ഉപയോഗിച്ചെന്നാണ് എന്റെ അഭിപ്രായം. ഇനി എന്തായിരിക്കും BJP മുന്നോട്ട് വെക്കുന്ന ഈ വഖഫുമായി ബന്ധപ്പെട്ട്? ഇത് മൊത്തത്തിൽ എടുത്തു കളയുക എന്നുള്ളതാണോ, അതോ ഇതിൽ ഭേദഗതി വരുത്തുക എന്നുള്ളതാണോ? വഖഫ് നിയമം എന്ന് പറഞ്ഞ ഒരു സമുദായവുമായി ബന്ധപ്പെട്ടതാണ്. അത് വളരെ സൂക്ഷിച്ചും വളരെ അനവധാനത്തോടുകൂടി കൈകാര്യം ചെയ്യേണ്ട പ്രശ്നമാണ്. കാരണം ഈ മുസ്ലിം അല്ല ഹിന്ദു ആണെങ്കിലും അല്ലാഹുവിനു വേണ്ടി മരണശേഷം പ്രതിഫലം കിട്ടുന്നതിനു വേണ്ടി
മുസ്ലിങ്ങളായിട്ടുള്ള വിശ്വാസികൾ നൽകുന്ന സമ്പത്ത് അതിനുവേണ്ടിയാണ് ചിലവഴിക്കേണ്ടത്. വഖഫ് ബോർഡിലെ ആളുകൾ പുട്ടടിക്കുന്നതിനു വേണ്ടിയായിരിക്കരുത്. അത് വിൽക്കാനും കൈമാറ്റം ചെയ്യാനും അവകാശമില്ലേ ഇല്ല. ഇപ്പോ ലോക്സഭയ്ക്ക് പിന്നാലെ രാജ്യസഭയും കടന്ന് വഖഫ് ഭേദഗതി ബില്ലെത്തിയത് കണ്ടല്ലോ. സത്യം ജയിച്ചു. 128 പേരാണ് ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തത്. 95 പേർ എതിർത്തു. ആ 95 പേരുടെ മുഖമൂടിയാണ് വലിച്ചു കീറേണ്ടത്. ഇന്നലെ പുലർച്ചെ വരെ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് ലോക്സഭ പാസാക്കിയ ബില്ല് കേന്ദ്ര സർക്കാർ ഇന്നലെ തന്നെ രാജ്യസഭയിലും അവതരിപ്പിച്ചത്. 12 മണിക്കൂറിലേറെ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ ഇന്ന് പുലർച്ചെ 1:10 രാജ്യസഭയിൽ വോട്ടെടുപ്പ് ആരംഭിച്ചത്. പാർലമെന്റിന്റെ ഇരു സഭകളിലും അംഗീകാരം ലഭിച്ചതോടെ ബില്ല് നിയമമാകാൻ രാഷ്ട്രപതിയുടെ അംഗീകാരം മാത്രമാണ് അവശേഷിക്കുന്നത്. ബില്ല് രാജ്യസഭയും പാസാക്കിയതോടെ മുനമ്പത്ത് നാട്ടുകാർ ആഹ്ലാദ പ്രകടനം നടത്തി. കാരണം എത്ര വർഷമായി അവരിതിന്റെ പിടിയിൽ അകപ്പെട്ടിട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും സമരക്കാർ ജയ് വിളിച്ചു. ബില്ലിലെ വ്യവസ്ഥകളിൽ കേരള എംപിമാരായ ജോൺ ബ്രിട്ടാസ്, എ റഹീം, വി ശിവദാസൻ, ഹാരിസ് ബീരാൻ, അബ്ദുൽ വഹാബ്, പി സന്തോഷ് കുമാർ, പി സുനീർ തുടങ്ങിയവർ അവതരിപ്പിച്ച ഭേദഗതികൾ ശബ്ദ വോട്ടോടുകൂടി തള്ളി. വഖഫ് ബോർഡ് മുസ്ലിം അല്ലാത്തവരെ അംഗങ്ങളാക്കുന്നതിനെതിരെ തിരുച്ചി ശിവ നിർദ്ദേശിച്ച ഭേദഗതിയും വോട്ടിലിട്ട് തള്ളി. NDAയിലും ഇന്ത്യ സഖ്യത്തിലുമല്ലാത്ത കക്ഷികളുടെ നിലപാട് സംബന്ധിച്ചിട്ടാണ് രാജ്യസഭയിൽ ആകാംക്ഷ ഉയർന്നത്. എന്നാൽ അപ്രതീക്ഷിത നീക്കങ്ങളൊന്നും ഉണ്ടായില്ല. ബില്ലിനെ എതിർക്കുമെന്ന് ഇന്നലെ രാവിലെ പ്രഖ്യാപിച്ച BJD വൈകിട്ടോടുകൂടി മനസാക്ഷി വോട്ടിന് അംഗങ്ങളോട് നിർദ്ദേശിച്ചു. ലോക്സഭയിൽ സാന്നിധ്യമില്ലാത്ത BJDക്ക് രാജ്യസഭയിൽ 7 എംപിമാരുണ്ട്. 7 അംഗങ്ങളുള്ള YSR കോൺഗ്രസും 4 വീതം അംഗങ്ങളുള്ള അണ്ണാ DMKയും BRSും ബില്ലിനെ എതിർത്തു. വഖഫ് ട്രൈബ്യൂണലിൽ തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കണം എന്ന് വ്യവസ്ഥയെ പിന്തുണച്ച് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി പക്ഷേ ബില്ലിനെ പൊതുവിൽ എതിർക്കുകയാണ് ഉണ്ടായത്. വഖഫ് കൗൺസിലിലും ബോർഡിലും അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നതിനുള്ള വ്യവസ്ഥയോടുകൂടിയായിരുന്നു കൂടുതൽ എതിർപ്പ്. ആ വ്യവസ്ഥയോടായിരുന്നു ഇവർ എതിർത്ത് നിന്നത്. ബില്ലിന് മുൻകാല പ്രാബല്യമില്ലെന്ന് സമ്മതിക്കുന്ന സർക്കാർ ഇത് മുനമ്പത്തെ പ്രശ്നത്തിന് പൂർണ്ണ പരിഹാരം നൽകുമോ എന്നും സഭയിൽ വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടു. 14 മണിക്കൂറോളം നീണ്ട ചർച്ചയ്ക്കും വോട്ടെടുപ്പിനും ഒടുവിൽ വ്യാഴാഴ്ച പുലർച്ചെ 1:56 ബില്ല് ലോക്സഭയിൽ പാസാക്കിയത്. ഹാജരായിരുന്ന 520 അംഗങ്ങളിൽ 288 പേർ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ 232 പേർ എതിർത്തു. കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി ഒഴികെ 18 അംഗങ്ങൾ എതിർത്ത് വോട്ട് ചെയ്തു. പ്രിയങ്ക ഗാന്ധി വിദേശത്തായിരുന്നത് കൊണ്ട് ഹാജരായില്ല. വഖഫ് കൗൺസിൽ ഘടന സംബന്ധിച്ച NK പ്രേമചന്ദ്രന്റെ ഭേദഗതി നിർദ്ദേശം തള്ളി. 231 288 NDAക്ക് 293 അംഗങ്ങളും ഇന്ത്യ സഖ്യത്തിന് 3 സ്വതന്ത്രരും അടക്കം 236 അംഗങ്ങളാണ് ലോക്സഭയിലുള്ളത്. 1995 വഖഫ് നിയമത്തിലാണ് ഭേദഗതി. ഓഗസ്റ്റിൽ ബിൽ അവതരിപ്പിച്ച ശേഷം സംയുക്ത പാർലമെന്ററി സമിതിയുടെ അഥവാ JPCയുടെ പരിഗണനയ്ക്ക് വിട്ടിരുന്നു. JPCയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പരിഷ്കരിച്ച ബില്ലാണ് ലോക്സഭയും പിന്നാലെ രാജ്യസഭയും പാസാക്കിയത്. കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു ആണ് ബിൽ അവതരിപ്പിച്ചത്. നന്ദി.